എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, 7ാം ക്ലാസ്സിലെ ചങ്കുകളെ, നിങ്ങൾക്ക് മലയാളം പരീക്ഷ കഴിഞ്ഞ് ഓണപ്പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പാഠഭാഗമില്ല. ആദ്യത്തേത് ഏതാണ്? നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ഫാത്തിമ തുരുത്ത് അല്ലേ? അഷ്ടമുടി കായലിൽ ഒരുപാട് തുരുത്തുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട തുരുത്താണ് ഏത്? ഫാത്തിമ തുരുത്ത്. ഇപ്പോൾ ഫാത്തിമ തുരുത്തിലെ കാഴ്ചകളും അവിടെയുള്ള ജനജീവിതങ്ങളും എല്ലാം തന്നെ വിഷയങ്ങളാക്കി എഴുതിയ മനോഹരമായി പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതിയുടെ സ്നേഹബന്ധം, അവിടുത്തെ ജനജീവിതം, ജനവാസം എല്ലാം കൃത്യമായി പറയുന്ന ഒരു സുന്ദരമായ മനോഹരമായ അർത്ഥപൂർണമായ സമകാലിക പ്രാധാന്യമുള്ള മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ കുരീപ്പുഴ ശ്രീകുമാരൻ്റെ സുന്ദരമായ കവിതയാണ് ഫാത്തിമ തുരുത്ത് അല്ലേ? കരകവിഞ്ഞും ജീവിതം, കൈകൾ കോർത്ത് സ്നേഹത്തുരുത്തിലേക്ക്. ഇപ്പോൾ സ്നേഹത്തിൻ്റെ നിറകുടമാകുന്ന ഒരുപാട് ജീവിത യാതനകൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സാധാരണ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന അഷ്ടമുടി കായലിലെ തുരുത്തുകളിൽ ഒന്നാണ് ഫാത്തിമ തുരുത്ത്. ഈ ഫാത്തിമ തുരുത്തിലെ കാഴ്ചകളെ കോർത്തിണക്കിക്കൊണ്ട് മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നമ്മുടെ കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ മനോഹരമായ കവിതയാണ് ഇത് ഫാത്തിമ തുരുത്ത്. അപ്പം നമുക്ക് ഫാത്തിമ തുരുത്ത് എന്ന കവിത പഠിച്ചാലോ മക്കളെ? സെറ്റല്ലേ? ഈ കവിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മനോഹരമായ കവിതയാണ്. നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലാൻ പറ്റിയ കവിതയാണ് അല്ലേ? ഈ കവിത സാർ ആദ്യം ചൊല്ലിത്തരാം, എന്നിട്ട് നമുക്കിതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം നമുക്ക് കൃത്യമായി പഠിച്ചു പോകാം. സെറ്റല്ലേ? ഇതുവരെ ബാച്ചിൽ ചോദിച്ച മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതിനേക്കാൾ ഡീറ്റെയിൽഡായ ക്ലാസ് ബാച്ചിലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിട്ടാവുന്നതാണ്. ഓക്കെ അല്ലേ? ഈ കവിത ഫാത്തിമ തുരുത്ത്. ഇപ്പോൾ ഫാത്തിമ തുരുത്തിലെ ജനങ്ങളെയും അവിടുത്തെ ജനജീവിതത്തെയും പ്രകൃതിയെയും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ മനോഹരമായ കവിതയാണ് ഫാത്തിമ തുരുത്ത്. സാർ ആദ്യ കവിത പാടാം, എന്നിട്ട് ഇതിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഓക്കെ അല്ലടാ? ഓക്കെ. ഫാത്തിമ തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം, കായലിൽ കിനാവു കണ്ടു പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. മുള്ളുവേങ്ങകൾ മഴ പെരുമ്പറ മുന്നണിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്കു കൈവിളക്കു നൽകുവാൻ ജീവിതൗഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കളുടെ കുമന്തിയിൽ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും തെതിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനത്തുരുത്തിലൊന്നു പോകണം. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ മനോഹരമായ ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്ന കവിതയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ കവിതയിൽ പറയുന്നതും ഇത്തരത്തിൽ ആ ഫാത്തിമ തുരുത്തിലെ ജനജീവിതങ്ങളുടെയും ജനജീവിതത്തിൻ്റെ പച്ചയായ യഥാർത്ഥങ്ങളെയും പ്രകൃതിയെയും കുറിച്ച് തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഈ കവിത മനോഹരമായ ആശയതലങ്ങളിലേക്ക് എടുത്തൊന്ന് പഠിക്കാം. ഇനി നമുക്ക് ഈ കവിതയിൽ ഓരോ വരികളും എടുത്തെടുത്ത് പഠിച്ചു പോകാം. സെറ്റല്ലേ? നമുക്ക് കവിതയിലേക്ക് പോയിക്കൂടെ? വാ. അപ്പോൾ ഈ ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്ന കവിത പഠിക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഫാത്തിമ തുരുത്തി എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള മാത്രം കവിതയല്ല, മറിച്ച് അവിടുത്തെ ജനജീവിതത്തെയും പ്രകൃതിയെയും പ്രകൃതി ഭംഗിയെയും കാലാവസ്ഥയെയും എല്ലാത്തിനെയും കുറിച്ച് സൂക്ഷ്മമായി പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായ കവിതയാണ്. അപ്പം നമുക്ക് ഈ കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ അല്ലടാ? സെറ്റല്ലേ? ഓക്കെ. ഫാത്തിമ തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോടു പൂക്കളെ തിരക്കണം, രാക്കിളിക്കു കൂട്ടുപാട്ട് പാടണം. മക്കൾ, ഈ വരികളിൽ അർത്ഥമാക്കുന്നത് ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണം. അത് ഫാത്തിമ തുരുത്തി എന്ന് പറയുന്നത് അഷ്ടമുടി കായലിലെ ഒരുപാട് തുരുത്തുകളിൽ ഒന്നാണ്. മൺട്രോ തുരുത്ത്, ഒരുപാട് തുരുത്തുകളുണ്ട്. അതേപോലെ ഒരു തുരുത്താണ് ഫാത്തിമ തുരുത്ത്. ഇവിടുത്തെ കവിക്ക് പോകാനുള്ള ഫാത്തിമ തുരുത്തിലേക്ക് കവിക്ക് ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോകണം. അത്തരത്തിൽ കവിക്ക് ഫാത്തിമ തുരുത്തിലേക്ക് പോകാനുള്ള കവിയുടെ അടങ്ങാത്ത ആഗ്രഹത്തെയും അഭിനിവേശത്തെയുമാണ് ഈ വരികളിൽ ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണമെന്ന് കവി പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. രാത്രി വഞ്ചിയിൽ നിലാവ് കാണണമെന്ന് കവി പറയുന്നു അല്ലേ? കവിക്ക് രാത്രി വഞ്ചിയിൽ തുഴഞ്ഞെവിടെ പോകണം? ഫാത്തിമ തുരുത്തിൽ പോകണം. എന്നിട്ട് രാത്രിയിൽ പോയിട്ട് അവിടുത്തെ നിലാവ് കാണണം. അവിടുത്തെ നിലാവിൻ്റെ സൗന്ദര്യം കവിക്ക് ആസ്വദിക്കണമെന്നും കൂടി കവി പറയുന്നു. പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്കു കൂട്ടുപാട്ട് പാടണം. അല്ലേ? പൂക്കളോട് മറ്റാരെക്കുറിച്ച് പൂക്കളോട് തിരക്കേണ്ട ആവശ്യമില്ല. പൂക്കളോട് പൂക്കളെക്കുറിച്ച് തന്നെ തിരക്കണം. പൂക്കളുടെ സൗന്ദര്യം കവിക്ക് കാണണമെന്ന് കവി ഇതിലൂടെ അർത്ഥമാക്കുന്നു. കായലിൽ കിനാവു കണ്ട് പായൽമാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണം. അല്ലേ? കൊപ്ലി മീൻ കവിക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഫാത്തിമ തുരുത്തിലേക്ക് പോകണം. എന്തിനാണ് പോകേണ്ടത്? കായലിൽ കിനാവ് കൊണ്ട് കായലിൽ കിനാവ് കണ്ട് കായലിലൂടെ ഇങ്ങനെ പോകുന്ന, കായലിലൂടെ മുങ്ങി പോകുന്ന, ഒഴുകി പോകുന്ന ആ കൊപ്ലി മീനിനെ വരവിൽ വെച്ച് കാണണം. ആ കൊപ്ലി മീനിന്റെ സൗന്ദര്യം ആർക്ക് ആസ്വദിക്കണം? കവിക്ക് ആസ്വദിക്കണം. അതുകൊണ്ട് കവിക്ക് എവിടെ പോകണം? ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണം. മുള്ളുവേങ്ങകൾ മഴ പെരുമ്പറ മുന്നടിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. അല്ലെ? കവി പറയുക, മുള്ളുവേങ്ങകൾ മഴപ്പെരുമ്പറ മുന്നടിച്ചടിക്കു ചൊല്ലിയാടുമ്പോൾ, മഴ സമയത്ത് മുള്ളുവേങ്ങകൾ ഇങ്ങനെ ആടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി, അല്ലെ? പട്ടണം പറന്നു കണ്ട ഒരുത്തനായി പക്ഷിയായി എനിക്ക് ഫാത്തിമ തുരുത്തിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കാണണമെന്ന് കവി പറയുന്നു. രോഗബാധിതർ കിടന്നലറുമാ, അല്ലേ? രോഗബാധകർ കിടന്നലറുമാ, കൂരകൾക്കു കൈവിളക്കു നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. അല്ലേ? കവി പറയുകയാണ്, രോഗബാധിതർ കിടന്നലറുമ. ഒരുപാട് രോഗബാധിതരുണ്ട് ഇവിടെ ഫാത്തിമ തുരുത്തിൽ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ജനജീവിതങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഫാത്തിമ തുരുത്തിലുണ്ട്. അപ്പം അവരുടെ ഇടയിലേക്ക് ആർക്ക് പോകണം? നമ്മുടെ കവിക്ക് പോകണം. അവരിൽ ഒരാളായി മാറണം. അവരെ ശുശ്രൂഷിക്കണമെന്ന് കവി പറയുന്നു. അതാ പറയണേ, രോഗബാധിതർ കിടന്നലറുമ. രോഗബാധിതർ കിടന്നലറുന്ന ആ ദാരിദ്ര്യം പിടിച്ച ആ അതിജീവനത്തിന്റെ പാതയിലുള്ള തുരുത്തിലേക്ക് എനിക്ക് പോകണം. എന്തിനാണ് കവിക്ക് പോകേണ്ടത്? കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ, അല്ലേ? ദുരിതം അനുഭവിക്കുന്ന ജീവിതങ്ങൾക്കൊരു കൈവിളക്കാകുവാൻ, അവർക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുവാൻ, അവരെ സഹായിക്കുവാൻ, അവരുടെ കൂരകൾക്ക് പ്രകാശമായി മാറുവാൻ കവിക്ക് എവിടെ പോകാൻ ആഗ്രഹമുണ്ട്? ഫാത്തിമ തുരുത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. ജീവിതൌഷധം നിറച്ച സ്നേഹമേ, മനുഷ്യരുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിൽ നിന്ന് പോകണം. ഇപ്പം രോഗബാധിതരും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരും അവിടെയുണ്ട്, ഫാത്തിമ തുരുത്തിലുണ്ട്. പക്ഷെ എന്നാലും മനുഷ്യന്മാർക്കിടയിലുള്ള സ്നേഹബന്ധം തന്നെയാണ് ആ ഫാത്തിമ തുരുത്തിനെ ഇത്ര മനോഹരമാക്കി മാറ്റുന്നതെന്ന് കവി പറയുന്നു. അത്രയും മനോഹരമരം നിറഞ്ഞ പ്രദേശമാണ് ഫാത്തിമ തുരുത്തെന്ന് കവി പറയാതെ പറയുകയാണ്. പിന്നെന്താ പറയണേ? പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കകൾ കുടയ്ക്കും അന്തിയിൽ
ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. കവി പറയാണ്, പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ അല്ലേ, മഴക്കാലത്തെയാണ് കവി പറയണേ. ഈ മഴക്കാലം വന്നാൽ ആ തുരുത്തിന്റെ 4 ഭാഗവും നല്ല വെള്ളം നിറയും, നല്ല മഴക്കാലമാണ്. ഇപ്പൊ 4 ദിക്കിലും കറുത്ത കോട്ടയായി മഴമേഘങ്ങൾ വന്ന് മൂടുമ്പോൾ 4 ദിക്കിലും മഴ പെയ്യുന്നു. തീ കുടുക്കകൾ ഉടയ്ക്കും അന്തിയിൽ ഫാത്തിമ തുരുത്തിൽ നിന്ന് പോകണം. മഴക്കാലത്ത് അത്രയും ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരിക്കും ഫാത്തിമ തുരുത്തിലെ ആൾക്കാർ അനുഭവിക്കുക. അപ്പൊ അവരുടെ ഇടയിൽ അവർക്ക് സ്വാതന്ത്ര്യമായി എനിക്ക് എത്താൻ കഴിയണം, ആ കാഴ്ചകളും എനിക്ക് കാണണം എന്നാണ് കവി പറയുന്നത്. ഫാത്തിമ തുരുത്തിലൊന്ന് എനിക്ക് പോകണം, കവിക്ക് പോകണം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ തുരുത്തിലൊന്ന് പോകണമെന്ന് കവി പറയുമ്പോൾ അവിടേക്ക് പോകാനുള്ള കവിയുടെ ഒടുങ്ങാത്ത അഭിനിവേശത്തെയും താല്പര്യത്തെയുമാണ് ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുക. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം അല്ലേ. പൂച്ചകൾ അനാഥരായ നായകൾ ഈ കോരിച്ചൊരിയുന്ന മഴയത്തെ അവിടുത്തെ കാടുകളിൽ പൊന്തകളിൽ ഈ നായും പൂച്ചയും തണുത്ത് പറക്കുമ്പോൾ അവർക്കൊരു അഭയമായിട്ടെങ്കിലും എനിക്ക് അവിടെ എത്താൻ സാധിക്കണം. രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ അല്ലെ, രാത്രി മഞ്ഞിൻ്റെ ആ തണുപ്പിൽ കിടന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ പൂച്ചകളും അനാഥരായ നായകളും അവിടെ മഴ കൊണ്ടും മഞ്ഞുകൊണ്ടും വിറയ്ക്കുന്നു. ആ കാഴ്ചകളുള്ള ഫാത്തിമ തുരുത്തിൽ പോകണം. അവിടുത്തെ ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒരു അഭയമായി ആകണം. ഒരു കനിവുള്ള ഹൃദയത്തോടു കൂടി എനിക്കവിടെ എത്തണമെന്ന് കവി ഉറപ്പിച്ചു പറയുകയാണ്. പിന്നെയോ, വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. മക്കൾ, ഈ വരികൾ അർത്ഥമാക്കുന്നത് വേനലിൻ്റെ കാഠിന്യത്തെയാണ്. വേനലിൻ്റെ കാഠിന്യം എങ്ങനെയാ പറയുന്നത്? വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ അല്ലെ, കയ്യോന്നി വേനൽക്കാലത്ത് ആ കയ്യോന്നികൾ പോലും ചൂടായി താഴെ വീഴുന്നു. പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ കാട്ടുമുല്ലയും ഈ വേനൽക്കാലത്തിൻ്റെ ചൂടിൽ വേരുണങ്ങി വീഴുകയാണ്. ഈ കാഴ്ചയൊക്കെ സമ്മാനിക്കുന്ന വേനലും മഞ്ഞുകാലവും മഴക്കാലവും എല്ലാം തന്നെ ഈ ഫാത്തിമ തുരുത്തിനെ വന്നു മൂടുമ്പോൾ ആ കാഴ്ചയിലേക്ക്, ആ ജനജീവിതത്തിലേക്ക്, ആ പ്രകൃതി ഭംഗിയിലേക്ക്, ആ പ്രകൃതിയുടെ ഋതുഭേദങ്ങളുടെ മാറ്റങ്ങളിലേക്ക്, ആ കാലാവസ്ഥയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും പോയി കാണുവാനും ആ സാമീപ്യം അനുഭവിക്കുവാനും ആരാഗ്രഹിക്കുന്നു? നമ്മുടെ കവി കുരീപ്പുഴ ശ്രീകുമാർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കവി ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വരി എന്താണ്? ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവന തുരുത്തിലൊന്നു പോകണം അല്ലെ. കവി പറയാണ്, ഭാവന തുരുത്തായിട്ടാണ് കവി കാണുന്നത്. കാരണം എന്താണ്? ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ അല്ലേ, ആ കുഞ്ഞു പുല്ലായി നിൽക്കുന്ന ആ തുരുത്ത്, ഭൂമിയെ പുണർന്നു നിൽക്കുന്ന ആ തുരുത്ത് പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ, പൂവണിഞ്ഞ് തേനുറഞ്ഞ് നല്ല മനോഹരമായി നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി തൻ്റെ പ്രാണൻ അതിൽ പതിച്ചുകൊണ്ട് നിൽക്കണം. ആ ഭാവന തുരുത്തിലേക്കൊന്ന് പോകണം. ഭൂമിയുടെ മനോഹാരിതയായ, ഭൂമിയുടെ സുന്ദരമായ തുരുത്തിലേക്ക് കവിക്ക് പോകാൻ കഴിയണമെന്ന് ഓങ്ങി പറയുകയാണ് ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്ന കവിതയിലൂടെ കുരീപ്പുഴ ശ്രീകുമാർ. അത്തരത്തിലെ ഫാത്തിമ തുരുത്തിൻ്റെ സൗന്ദര്യം കാണുവാൻ വേണ്ടി, ഫാത്തിമ തുരുത്തിൻ്റെ മനോഹാരിത കാണുവാൻ വേണ്ടി, ഫാത്തിമ തുരുത്തിൻ്റെ ആ ജനജീവിതം കാണുവാൻ വേണ്ടി കവി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെയും അവിടുത്തെ ജനജീവിതങ്ങളെയും കാലാവസ്ഥയും എല്ലാം പ്രതിപാദിക്കുന്ന മനോഹരമായ കവിതയാണ് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമ തുരുത്ത്. അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കവിയെ ഒന്ന് പെട്ടെന്ന് പഠിച്ചു വന്നാലോ? നമുക്ക് പെട്ടെന്ന് പഠിച്ചു വരാം. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിൽ 1955 ഏപ്രിൽ 10 PN ശാസ്ത്രിയുടെയും K കമലമ്മയുടെയും മകനായി ജനിച്ചു. കൊല്ലം SN കോളേജിൽ പഠിച്ചു. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കവിതാ രചനയ്ക്ക് 1ാം സ്ഥാനം 1975 ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരായിരുന്നു നമ്മുടെ കുരീപ്പുഴ ശ്രീകുമാർ. ഇപ്പം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഒന്ന് പഠിച്ചു പോകാം. നിങ്ങൾ എഴുത്തുകാരനെ പെട്ടെന്ന് പഠിച്ചു പോകണം കേട്ടോ. ചിലപ്പോൾ ആസ്വാദനക്കുറിപ്പ് ചോദിച്ചാൽ, എഴുത്തുകാരനൊക്കെ ചോദിച്ചാൽ ഒരുപാട് മാർക്ക് കിട്ടും, അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഒന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. എന്താണ്? ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ കവി വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ കവി കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് കവി ചോദിക്കുന്നത് അല്ലേ. ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ അല്ലേ, ഫാത്തിമ തുരുത്തിലേക്ക് പോകണം എന്ന് കവി ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ. ഇപ്പോൾ ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള മനോഹരങ്ങളായ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. നോക്കാം. രാത്രി
വഞ്ചിയിൽ നിലാവ് കാണാനും പൂക്കളോട് പൂക്കളെ തിരക്കാനും രാക്കിളിക്ക് മറുപാട്ടു പാടാനും എന്നും കാലിൽ കിനാവ് കണ്ടു പായുന്ന മീൻ കുഞ്ഞുങ്ങളെ പൂനിലാവൽക്കരിക്കാനും കവി ആഗ്രഹിക്കുന്നു അല്ലേ. രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്കു പാട്ടുപാടി മൂളണം എന്ന് കവി പറയുന്നില്ലേ. അപ്പൊ കവി എന്താണ് ആഗ്രഹം, എന്തിനാണ് കവി ഫാത്തിമ തുരുത്തിലേക്ക് പോകണം എന്ന് പറയുന്നത്? ആ രാത്രിയിൽ വഞ്ചിയിലൂടെ ഇങ്ങനെ തുഴഞ്ഞ് ആ നിലാവ് കാണണം കവിക്ക്, പൂക്കളോട് സൗന്ദര്യം ആസ്വദിക്കണം, രാക്കിളി പാട്ടുകൾ പാടണം, കിളികളുടെ പാട്ട് കേൾക്കണം, ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാണണം, കൊപ്പിളി മീനിനെ കാണണം അല്ലേ. അപ്പൊ ഇത്തരത്തിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണ് കവി എവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഒരു കാരണം ഫാത്തിമ തുരുത്ത്. പിന്നെയോ ജനജീവിതങ്ങൾ അറിയണം, അവിടുത്തെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കണം. ഇതൊക്കെയാണ് കവിയുടെ ആഗ്രഹം. ഫാത്തിമ തുരുത്തിലേക്ക് പോകേണ്ടതിൻ്റെ കവിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫാത്തിമ തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോടു പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. കവിയുടെ ഭാവനയിൽ വിടരുന്ന ഫാത്തിമ തുരുത്തിൻ്റെ ഭംഗി ഈ വരികളിൽ തെളിയുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക അല്ലേ. ചർച്ച ചെയ്യാനാണ് ചോദ്യം. എന്താണ് ചർച്ച ചെയ്യേണ്ടത് മക്കളെ? ഫാത്തിമ തുരുത്തിൻ്റെ എന്ത് ഭംഗി, ഫാത്തിമ തുരുത്തിൻ്റെ ഭംഗി ചർച്ച ചെയ്യുക എന്നാണ് ചോദ്യം. എന്താണ് ഫാത്തിമ തുരുത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്? ഈ വരികളിൽ തന്നെയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, രാത്രി നിലാവ് കാണണം, പൂക്കളോട് കാണണം, പൂക്കളെ സംസാരിക്കണം, കൊപ്പിൾ മീനിനെ കാണണം, കാലാവസ്ഥ കാണണം, എല്ലാം തന്നെയാണ്. പൂക്കളെ അറിയണം. നോക്കാം നമുക്ക്. ഫാത്തിമ തുരുത്തിൻ്റെ രാത്രി ഭംഗി ആസ്വദിക്കുകയാണ് കവി ഈ വരികളിൽ. രാത്രി ഓളപ്പരപ്പിൽ ഇരുന്ന് രാത്രി യാത്രയുടെ ഭംഗിയിൽ നിലാവ് കാണണം കവിക്ക് എന്നാണ് കവി പറയുന്നത്. പൂക്കളോട് കാണാമറിയത്ത് മറഞ്ഞ പൂക്കളെ പറ്റി തിരക്കണം എന്നും കവി പറയുന്നു. ഒപ്പം രാത്രി പാട്ടുപാടുന്ന രാക്കിളിക്ക് മറുപാട്ട് പാടണം, അല്ലെങ്കിൽ രാക്കിളിക്ക് മറുപാട്ട് കൂടി പാടണം എന്നും കവി പറയുന്നു. രാക്കുയിൽ പാടി രാവിൻ്റെ ശോകം, നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദമേള. അതേപോലെ രാക്കളിക്ക് മറുപാട്ട് പാടണം. ആർക്ക്? കവിക്ക്. രാത്രി ഇങ്ങനെ പുഴയിൽ കൂടി ആ വഞ്ചിയിൽ കൂടി ഇങ്ങനെ നടന്ന് തുഴഞ്ഞു പോകുമ്പോൾ നിലാവ് കാണണം, പൂക്കളെ കാണണം, രാക്കളി പാട്ടിന് തിരികെ പാട്ട് പാടണം. ഇതൊക്കെയാണ് കവിയുടെ ആഗ്രഹം. ഇതൊക്കെ കൊണ്ടാണ് കവി ഫാത്തിമ തുരുത്തിൽ പോകണമെന്ന് കൂടി ആഗ്രഹിക്കുന്നത്. ഒരു കാരണം. അടുത്ത ചോദ്യം എന്താണ്? വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും അല്ലേ. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ, കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ, ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. കവി പറയാണ് ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. വേനലിൻ്റെ കാഠിന്യം ഈ വരികളിലൂടെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക അല്ലേ. വ്യക്തമാക്കുക എന്നാണ് ചോദ്യം. എന്താണ് വ്യക്തമാക്കേണ്ടത്? വേനലിൻ്റെ കാഠിന്യം അല്ലേ. വേനലിൻ്റെ കാഠിന്യം വ്യക്തമാക്കാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. എന്താണ് വേനലിൻ്റെ കാഠിന്യം ഫാത്തിമ തുരുത്തിനെ വന്ന് മൂടിയിട്ടുണ്ടാകുക എന്ന്. ഫാത്തിമ തുരുത്തിലെ വേനലിൻ്റെ കാഠിന്യമാണ് ഈ വരികളിൽ പറയുന്നത്. ജലപാനം മറന്നുപോയ കയ്യൂന്നിച്ചെടിയും അല്ലെ, ജലപാനം മറന്നുപോയ കയ്യൂന്നിച്ചെടിയും വേനലിൻ്റെ ചൂടിൽ വേരുണങ്ങിയ മുല്ലച്ചെടിയെയുമാണ് കവി ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഫാത്തിമ തുരുത്തിൽ വേനൽക്കാലം വന്നാൽ അവിടെ ചെടികളൊക്കെ ഉണങ്ങി വരണ്ട് താഴെ വീണ് ഉണങ്ങിപ്പോകുമല്ലേ. അതേപോലെ ഫാത്തിമ തുരുത്തിലെ വേനലിൻ്റെ കാഠിന്യത്തെയാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. ജലപാനം മറന്നുപോയ കയ്യൂന്നിച്ചെടിയും വേനലിൻ്റെ ചൂടിൽ വേരുണങ്ങിയ മുല്ലച്ചെടിയെയും കവി ഇവിടെ എടുത്തു കാണിക്കുന്നതെന്ന് സാരം. അടുത്ത ചോദ്യം എന്താണ്? തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ്. എന്താണ് കുറിപ്പ്? തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, അതിനോട് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. തുരുത്തിലെ സസ്യ ലതാദികളും ജീവജാലങ്ങളും മനുഷ്യരും പലതരത്തിലുള്ള ദുരിതങ്ങൾ അതിജീവിക്കുന്നുണ്ട്. കടുത്ത വേനലിൽ വെള്ളം കിട്ടാതെ അതിജീവിക്കുന്ന കയ്യന്യം ചെടികളും വേരുണങ്ങിയ മുല്ലച്ചെടികളും ആളുകൾ ഉപേക്ഷിക്കുന്ന അനാഥരായ പട്ടിക്കുട്ടികളും പൂച്ചകളും ഉപേക്ഷിക്കുന്ന അനാഥരായ പട്ടിക്കുട്ടികളും പൂച്ചകളും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉയർന്ന മനുഷ്യരും എല്ലാം ഫാത്തിമ തുരുത്തിൽ കാണാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ ഫാത്തിമ തുരുത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ
ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരും എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ ഫാത്തിമ തുരുത്തിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരുപാട് കാഴ്ചകളാൽ സമ്പന്നമാണ് ഫാത്തിമ തുരുത്ത്. നല്ല പ്രകൃതി ഭംഗിയും നല്ല സൗന്ദര്യാത്മകതയും ജനജീവിതങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതയാതനകളും എല്ലാം അനുഭവിക്കുന്ന അഷ്ടമുടി കായലുകളിലെ ഒരു തുരുത്താണ് ഫാത്തിമ തുരുത്ത്. അപ്പോൾ ഫാത്തിമ തുരുത്തിൻ്റെ ആ പ്രാധാന്യത്തെ, ആ സൗന്ദര്യത്തെ, ജനജീവിതത്തെ എല്ലാം വേണ്ടി അറിയാൻ വേണ്ടി കവിക്ക് ഫാത്തിമ തുരുത്തിലേക്ക് പോകണമെന്ന് അത്യധികമായി കവി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്ന കവിത സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ യൂട്യൂബിലെ കവിത ഒന്നും കേൾക്കണം കേട്ടോ. അതിമനോഹരമായി നമ്മുടെ കവി തന്നെ ഈ പാട്ട് പാടുന്നുണ്ട്, കവിത പാടുന്നുണ്ട്. ഈ ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്ന കവിത, ഈ കവിത അതിമനോഹരമായി പാടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പാട്ട് പാടിയാൽ, ആ പാട്ട് പഠിച്ചാൽ, ആ പാട്ട് കേട്ട് നിങ്ങൾക്ക് ഈ ഫാത്തിമ തുരുത്തിൻ്റെ ആത്മാവ് എന്നാൽ കൃത്യമായി മനസ്സിലാകും. അപ്പോൾ ഇതുവരെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളെ, നിങ്ങൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും കൃത്യമായി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും ചോദ്യോത്തരങ്ങളും ബാച്ചിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇറ്റ്സ് മീ ജോബിൻ ഫ്രോം എക്സാമിനർ. ബൈ.